അതെ, നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഏറ്റവും മനോഹരമായ ജീവിതമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനെ പഴി ചാർത്തുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എന്തുകൊണ്ടാണ് പണക്കാരായ ആളുകൾ വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്, പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ടവരായി തന്നെ ഇരിക്കുന്നുള്ളത്? എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവ് നൽകിയിട്ടുള്ളത് ഒരേ ജീവിതമാണ്, ഒരേ ചിന്തിക്കുന്ന ശേഷിയാണ് നൽകിയിട്ടുള്ളത്, ഒരേ അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചില ആളുകൾക്ക് മാത്രമാണ് ആ ഒരു അവസരങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. കാരണം വെച്ചാൽ അവരുടെ വേ ഓഫ് പെർസ്പെക്റ്റീവ്, അവർ ചിന്തിക്കുന്ന ആ ഒരു ചിന്താരീതിയും അവർ കാണുന്ന ആ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ഞാനൊരു കാര്യത്തെ കാണുന്നത് പോലെ ആയിരിക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കാണുന്നുള്ളത്. ഈ ലോകത്ത് പണക്കാരുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഹൈ വൈബ്രേഷനുള്ള ചിന്തകളാണ്. അവർ പണം കൊണ്ട് എങ്ങനെ ഇനി പണം ഉണ്ടാക്കാമെന്നുള്ള ചിന്തിക്കുന്ന ഒരു തോട്ട്സാണ് അവരുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് പാവപ്പെട്ടവരാണെങ്കിലോ അവരുടെ ചിന്ത, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുവർ മൈൻഡ് സെറ്റാണ്, ലോ മൈൻഡ് സെറ്റാണ്. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവരായിരിക്കുന്നത്, പണക്കാരെപ്പോഴും പണക്കാരായി തന്നെ ഇരിക്കുന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടും നമ്മളിലേക്ക് കൊടുക്കുന്ന ചിന്തകളെയും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പുതിയൊരു പെർസ്പെക്റ്റിലൂടെ കാര്യങ്ങളെ കാണാൻ വേണ്ടി നോക്കുക. അത് നമുക്ക് അവസരങ്ങളെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്.